നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള അസാമിലെയും കേരളത്തിലെയും സ്ഥാനാർത്ഥി പട്ടികകൾ അത് ഘട്ടം ഘട്ടമായി കോൺഗ്രസ് പരിശോധിച്ചു വരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപരേഖ ഈ മാസം, അതായത് ജനുവരി മാസം തന്നെ പുറത്ത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മാത്രമല്ല, വളരെയധികം അർപ്പണബോധത്തോടു കൂടി ദേശീയ നിരീക്ഷകരെ അടക്കം കൃത്യമായി വിന്യസിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇത്തവണ കോൺഗ്രസ് നടത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിക്കുള്ള സാഹചര്യങ്ങൾ, അവിടുത്തെ പൾസ്, ഗ്രൗണ്ട് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട്, അതാണ് ഇപ്പോൾ ദേശീയ നിരീക്ഷകർ പരിശോധിച്ച് വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ നമുക്കറിയാം, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സുനിൽ കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിനോട് പല മാനദണ്ഡങ്ങളും വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്നത് വിന്നബിലിറ്റി എന്നതിന് ഉപരിയായി സ്ഥാനാർത്ഥികൾക്ക് അവിടെ ആ മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തു എന്ന് സാധാരണ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ വരെ നൽകുന്ന സമ്മതപത്രമാണ്. അടിസ്ഥാനപരമായി അത്തരത്തിൽ ഒരു സമ്മതപത്രം അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന റിപ്പോർട്ടൊന്നും ഒരു പത്രമോ ചാനലോ നൽകിയിട്ടില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ കേഡർ സംവിധാനം ഇല്ല എന്ന് BJPയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു സെമി കേഡർ സിസ്റ്റം എന്ന രീതിയിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഏറ്റ പരാജയങ്ങളിൽ നിന്നും ബാലപാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളാണ്. അസാമിൽ 36 സീറ്റുകൾ ഷുവർ വിന്നബിലിറ്റി ഉള്ള സീറ്റുകളാണ്. ഏത് സാഹചര്യത്തിലും അത് നഷ്ടപ്പെട്ടേക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഫൈറ്റ് നടക്കുന്നത് ബാക്കി അവശേഷിക്കുന്ന 90 സീറ്റുകളിലാണ്. അതിൽ BJPക്ക് ഷുവർ സീറ്റ് എന്നത് 40 സീറ്റുകളാണ്. അവർക്ക് ആധിപത്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മീഡിയ പ്രൊപ്പഗാൻഡ വഴി വിശ്വസിപ്പിക്കുന്ന സീറ്റുകൾ. ഇനി കേരളത്തിൽ വന്നാൽ കോൺഗ്രസിന് വിന്നബിലിറ്റി ഷുവറായിട്ടുള്ള 35ഓളം സീറ്റുകൾ ഇവിടെയുമുണ്ട്. അവിടെ ഫൈറ്റ് നടക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മറ്റ് പാർട്ടികളുമായി, ഇടതുപക്ഷത്തെ സഖ്യകക്ഷികളോ അല്ലെങ്കിൽ CPIMO ആയി ഫൈറ്റ് നടത്തുന്ന ബാക്കി 60ഓളം മണ്ഡലങ്ങൾ. കാരണം കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നത് 90ഓ 95ഓ സീറ്റുകൾക്കിടയിലാണ്. കഴിഞ്ഞ തവണ അത് 93 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് ലേശം കുറയാനാണ് സാധ്യത. കാരണം സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് നൽകും. ഇതാണ് ഇവിടെ കൃത്യമായി ചർച്ച ചെയ്യുന്നത്. സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇപ്പോഴും അനുരഞ്ജനത്തിൽ നടക്കുമ്പോഴും കോൺഗ്രസ് അവരുടെ ആദ്യ ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം പോലും അവർ വളരെ ശക്തമായി പതറാതെ ആദ്യ ഘട്ടം മുതൽ തന്നെ പ്രവർത്തിച്ചതിൻ്റെ മികവ് കൊണ്ടാണ്.